ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, തീരം ബൈബിൾ മെഡിറ്റേഷൻ്റെ സന്ധ്യാതിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ 15 നോമ്പിൻ്റെ 11ാം ദിവസമായ ഈ ചൊവ്വാഴ്ചയുടെ ഈ സന്ധ്യയിൽ നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ അനുഭവങ്ങളും ദൈവത്തിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരിക്കാം. ഇന്നൊരു പക്ഷേ നിങ്ങൾ പലരോടും സഹായം ചോദിച്ചിട്ടുണ്ടാവാം. ചിലർ നിങ്ങളെ സഹായിച്ചിട്ടുമുണ്ടാകാം. ചിലർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും സഹായിച്ചിട്ടുണ്ടാകുകയുമില്ല. ചിലപ്പോൾ മനുഷ്യരുടെ സഹായം പരിമിതമാണ്. പക്ഷെ ഇന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിങ്കൽ നിന്ന് വരുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ സന്ധ്യാ തിരുവചന ധ്യാനം. സങ്കീർത്തന പുസ്തകം 121 അധ്യായം 1-2 തിരുവചന ഭാഗം. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നമ്മുടെ പ്രതീക്ഷ മനുഷ്യരിൽ മാത്രം വയ്ക്കാതെ നമ്മുടെ യഥാർത്ഥ സഹായകനായ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ സന്ധ്യയിൽ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ വരുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങളെ കാത്തതിനായി തമ്പുരാനേ, നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിച്ചതിനായിട്ട് നന്ദി. ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അറിയാതെ ലഭിച്ച അനുഗ്രഹങ്ങൾക്കും തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്നു ഞങ്ങൾക്ക് സഹായം ആവശ്യമുള്ള മേഖലകൾ അങ്ങേക്കറിയാം. ഞങ്ങളുടെ രോഗങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സഹായിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഭയങ്ങളിലും ആശങ്കകളിലും തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ സഹായം യഹോവയിൽ നിന്ന് വരുന്നു എന്ന വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഇന്നത്തെ തിരുവചന ധ്യാനം ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുമാറാകണമേ. പരിശുദ്ധ ദൈവമാതാവായ കന്യകമർത്ത മറിയം അമ്മേ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച അമ്മേ, ഈ ശൂനോയോ നോമ്പിൻ്റെ 11ാം ദിവസം ഞങ്ങൾ നിന്നെ സമീപിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ആവശ്യവും അമ്മേ അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ വീടുകളിലെ പ്രശ്നങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ കണ്ണുനീർ അറിയുന്നു. ഞങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ആശങ്കകൾ അറിയുന്നു. അതുകൊണ്ട് അമ്മേ, ഞങ്ങളെ യേശുവിൻ്റെ അടുക്കലേക്ക് നയിക്കണമേ. രോഗികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബ പ്രശ്നങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മക്കളെ കുറിച്ച് വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തെറ്റിപ്പോയ മക്കൾ തിരിച്ചു വരുവാൻ അമ്മേ അവിടുന്ന് അപേക്ഷിക്കണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതുവഴികളെ തുറന്നു നൽകുവാൻ അമ്മേ അവിടുന്ന് അപേക്ഷിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ സഹായം ലഭിക്കുവാൻ അവിടുന്ന് അപേക്ഷിക്കണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ ലഭിക്കുവാൻ അപേക്ഷിക്കണമേ. ഒറ്റപ്പെട്ടവർക്ക് ആശ്വാസം ലഭിക്കുവാൻ അവിടുന്ന് അപേക്ഷിക്കണമേ. അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കണമേ. ഞങ്ങളുടെ സഹായം ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ സന്ധ്യാ തിരുവചന ധ്യാനം സങ്കീർത്തന പുസ്തകം 121 അധ്യായം 1-2 തിരുവചന ഭാഗങ്ങളാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, തിരുവചനത്തിലെ ഈ ചോദ്യം വളരെ മനോഹരമാണ്. എനിക്കു സഹായം എവിടെ നിന്നു വരും? ഇതൊരു ചോദ്യമാണ്. ജീവിതത്തിൽ ചില അവസരങ്ങളിൽ ഈ ചോദ്യം നമ്മളും ചോദിക്കാറില്ലേ? ഇനി ആരാണ് എന്നെ സഹായിക്കുക?
ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും? എൻ്റെ രോഗം എങ്ങനെ മാറും? എൻ്റെ കുടുംബത്തിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും? എൻ്റെ മക്കളുടെ ഭാവി എന്താകും? എനിക്കിനി എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇങ്ങനെയുള്ള അനവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുമ്പോൾ സങ്കീർത്തനക്കാരൻ തൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. അവൻ ചോദിക്കുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? പിന്നെ അവൻ തന്നെ അതിൻ്റെ മറുപടി പറയുകയാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. മനുഷ്യ സഹായം അത് പരിമിതമാണ്. ദൈവ സഹായം അങ്ങനെയല്ല. പ്രിയമുള്ളവരെ, മനുഷ്യർ നമ്മെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും മറ്റുള്ളവരെ സഹായിക്കണം. പക്ഷേ മനുഷ്യ സഹായത്തിന് ഒരു പരിമിതിയുണ്ട്. ഒരു മനുഷ്യന് തൻ്റെ രോഗം മാറ്റുവാൻ കഴിയില്ലായിരിക്കാം. ഒരു മനുഷ്യന് നമ്മുടെ ഭാവി ഉറപ്പാക്കുവാൻ കഴിയില്ലായിരിക്കാം. ഒരു മനുഷ്യന് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ വേദനകളും മനസ്സിലാക്കുവാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന് അതിനു കഴിയും. കാരണം നമ്മുടെ സഹായകൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയാകുന്നു. നമ്മുടെ പ്രശ്നം അവന് വലിയതല്ല. നമ്മുടെ കണ്ണുനീർ അവന് അന്യമാകുന്നതല്ല. നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നുണ്ട്. ഇന്നു നിങ്ങളുടെ കണ്ണുകൾ എവിടേക്കാണ്? ഇന്നത്തെ ഈ ധ്യാനത്തിൽ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. എൻ്റെ കണ്ണുകൾ ഇപ്പോൾ എവിടെയാണ്? പ്രശ്നങ്ങളിലേക്കാണോ? മനുഷ്യരിലേക്കാണോ? ഭയത്തിലേക്കാണോ? അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്കാണോ? പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ ഭയം വർദ്ധിക്കുക തന്നെ ചെയ്യും. പക്ഷേ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശ ജനിക്കും. അതുകൊണ്ട് ഇന്ന് ഈ രാത്രി നമുക്ക് നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകാം. വർഷങ്ങളായി തുടരുന്ന ഒരു പ്രശ്നമാകാം. നിങ്ങൾ പല വഴികളിലും ശ്രമിച്ചിട്ടും അതിനൊരു പരിഹാരം കാണാത്ത ഒരു പ്രശ്നമായിരിക്കാം. ഇന്ന് അതിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പറയാം, കർത്താവേ, എനിക്ക് ഇനി എന്തു ചെയ്യണമെന്നറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള എല്ലാ ഭയങ്ങളും ദൈവത്തിലേക്ക് സമർപ്പിക്കുക. അവർ എവിടെയായാലും ദൈവം അവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. തെറ്റായ വഴികളിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുവാനുള്ള ഒരു വലിയ ദൈവിക കൃപ അവർക്ക് ലഭിക്കട്ടെ. വിശ്വാസത്തിൽ അവർ വളരട്ടെ. നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. അവരുടെ ഭാവിയെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധിയിൽ എൻ്റെ കണ്ണുകൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം അങ്ങയിൽ നിന്ന് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ രോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഭാവിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എനിക്ക് വഴി കാണാഞ്ഞപ്പോൾ അങ്ങ് വഴി തുറക്കണമേ. കർത്താവേ, എനിക്ക് ശക്തിയില്ലാത്തപ്പോൾ അങ്ങ് എൻ്റെ ശക്തിയായിരിക്കണമേ. കർത്താവേ, ഞാൻ തളരുമ്പോൾ എന്നെ അവിടുന്ന് താങ്ങി എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഞാൻ ഭയപ്പെടുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കണമേ. ഞാൻ കരയുമ്പോൾ എൻ്റെ കണ്ണുനീർ തുടയ്ക്കണമേ. എൻ്റെ കുടുംബത്തിൽ സമാധാനം നൽകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ദുഃഖിതർക്ക് ആശ്വാസം നൽകണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഞങ്ങളുടെ കണ്ണുകൾ പ്രശ്നങ്ങളിലല്ല, അങ്ങയിൽ തന്നെ ഉറപ്പിക്കുവാനുള്ളൊരു കൃപ തമ്പുരാനെ അവിടുന്ന് നൽകണമേ. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാകട്ടെ.
വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.